എന്നോട് ഡോക്ടർ പറയണം 2011 ഡിസംബറിൽ ദിസ് ഈസ് യുവർ ലാസ്റ്റ് മന്ത് റഹ്മാൻ. ഐ വാണ്ട് യു കോൾ യുവർ വൈഫ് ആൻഡ് ചിൽഡ്രൻ ഹിയർ. നിന്റെ കുട്ടികളെ കൊണ്ടുവരണം, അവർക്ക് കാണാൻ ഉള്ള അവസാനത്തെ മാസമാണിത്. സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി. അന്ന് കോവിഡ് സമയത്ത് അസർബൈജാനിൽ കുടുങ്ങിയ 39 സ്റ്റുഡൻസിനെ ദുബായ് വഴി നാട്ടിലേക്ക് എത്തിച്ചതും KMCC ആണ്. നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നാസർ പന്നാട്. എല്ലാവർക്കും ചാനൽ 5+ലേക്ക് സ്വാഗതം. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ KMCCയുടെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ജനാബ് പുത്തൂർ റഹ്മാൻ സാഹിബ്, അതിൻ്റെ തന്നെ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൻവർ നഹാസ് സാഹിബ്, ഇവർ രണ്ടുപേരുമാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. പുത്തൂർ റഹ്മാൻ സാഹിബ് എൻ്റെ ഒരു മുൻഗാമി കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കരളിൻ്റെ കരളായ കരൾ പണി നിർത്തി പണി നോക്കി പോയപ്പോൾ അദ്ദേഹം മരണത്തോട് മല്ലിട്ട് ലണ്ടനിലെ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാനടക്കമുള്ള ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മനുഷ്യർ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. പ്രാർത്ഥനയേക്കാൾ വലിയൊരു ദിവ്യ ഔഷധം വേറെയില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ അസുഖം ബാധിച്ച് ഞാൻ അതുകൊണ്ടാണ് മുൻഗാമി എന്ന് പറഞ്ഞത്. ഡോക്ടർ എനിക്കും മരണക്കുറിപ്പ് എഴുതി തന്നു. സർജറിയും മരുന്നുമെല്ലാമായി ഈ ലിവർ മാറ്റിവെക്കൽ 60 ലക്ഷത്തിന് മുകളിൽ ചിലവ് വരും. തൽക്കാലം ഇനി തട്ടുകടക്ക് 60 ലക്ഷം മുടക്കി ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യേണ്ട എന്ന് ഞാനും തീരുമാനിച്ചു. ഇതറിഞ്ഞ TV ഇബ്രാഹിം MLA, ജബ്ബാർ ഹാജി, ഷൗക്കത്തിൽ ഹാജി, ഗഫൂർ ഹാജി, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡിൻ്റെ അൻവർ അമീൻ തുടങ്ങിയ വ്യക്തികളൊക്കെ തന്നെ എന്നെ നേരിൽ ഒക്കെ വീട്ടിൽ വന്നിട്ടും ഫോൺ ചെയ്തിട്ടുമൊക്കെ എന്നെ ആശ്വസിപ്പിക്കുകയും പണം ഒരു പ്രശ്നമേ ആയി കാണരുത്, അതിനെക്കുറിച്ച് നാസർ ടെൻഷൻ അടിക്കേണ്ട എന്ന് എൻ്റെ പ്രവർത്തക നേതാക്കളുടെ ആ ഉറപ്പ് എനിക്കും കുടുംബത്തിനും കിട്ടിയ ആത്മവിശ്വാസം അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളിൽ ഒതുങ്ങയില്ല. ഞാനിത് ഇവിടെ പറയാൻ കാരണം മുസ്ലിം ലീഗും KMCCയും പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല നാടിന് മൊത്തം നൽകുന്ന കരുതലും കരുണയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഇന്നും എൻ്റെ ലിവർ മാറ്റിവെക്കാതെ തന്നെ മരുന്നുമായി ജീവിക്കുന്നു. പൂർണ്ണ ആരോഗ്യമുള്ള കാലത്ത് ഞാൻ യാത്ര ചെയ്തിട്ടില്ലാത്ത രാജ്യങ്ങളിലും ഇന്ത്യ സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഞാൻ അതിനുശേഷം ഒരുപാട് യാത്ര ചെയ്തു. ഇതിന് എനിക്ക് സാധിച്ചത് അത്യാവശ്യം വന്നാൽ എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കാൻ ഒരു പ്രസ്ഥാനമുണ്ടെന്ന ആത്മവിശ്വാസവും അതുപോലെ തന്നെ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിലെ 100 കണക്കിന് രോഗികളുടെ പ്രാർത്ഥനയുമാണ്. ഈ ഒരൊറ്റ വിശ്വാസത്തിലാണ്, ഈ ഒരു പ്രാർത്ഥനയുടെയും ഫലത്തിലാണ് ഞാൻ ഇന്ന് ഈ എത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഈ അസുഖമൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പുത്തൂർ റഹ്മാൻ സാഹിബിൻ്റെ ഇന്നത്തെ ആരോഗ്യവും ചുറുചുറുക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പടച്ചവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നൽകിയ പാരിതോഷികമാണ്. അതുപോലെ തന്നെയാണ് KMCCയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അൻവർ നഹ. അദ്ദേഹം മുൻ ഉപമുഖ്യമന്ത്രി ഔക്കാദർ കുട്ടി നഹയുടെ മകനാണ്. മുൻ മന്ത്രി അബ്ദുറബ്ബ് സാഹിബിൻ്റെ അനിയനുമാണ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ആലോചിക്കുന്നത് ഈ അൻവർ നഹ എങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായി എന്നാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കമോ കരണം മറച്ചിലോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഏത് പൊട്ടത്തരത്തിനും യെസ് മൂടാൻ അറിയാത്ത, ആരുടെ മുഖത്ത് നോക്കിയും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. ആരെയും ബോധ്യപ്പെടുത്താനോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ലാതെ അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതിൻ്റെ ശൈലിയും സുതാര്യതയും ശാസ്ത്രീയതയും ഒക്കെ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിരവധി തവണ ഈ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് ക്ഷണിച്ചിട്ടും അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയ പിടികിട്ടാ പുള്ളിയാണ് ഇന്ന് ഷാർജയിലെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. പ്രവാസി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ 2 വ്യക്തികളാണ് ഇന്ന് നമ്മുടെ ചാനൽ 5+ൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. ഞാൻ അവരെക്കുറിച്ച് നേരത്തെ തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒന്ന് പുത്തൂർ റഹ്മാൻ സാഹിബ് KMCCയുടെ UAE നാഷണൽ കമ്മിറ്റി പ്രസിഡൻറ്റ്, അൻവർ നഹാസ് സാഹിബ് KMCCയുടെ നാഷണൽ കമ്മിറ്റി
സെക്രട്ടറി, ജനറൽ സെക്രട്ടറി. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെ നമ്മുടെ ചാനൽ 5ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ പ്രവാസികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഏത് പാർട്ടിക്കാരനായാലും നന്ദിയോടെ ഓർക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് KMCC. അപ്പോൾ അതിൻ്റെ ചരിത്രം മുതൽ അറിയാൻ ആളുകൾക്ക് നല്ല താല്പര്യമുണ്ട്. ഓക്കെ, ഏകദേശം 70കളിലാണ് മലയാളികൾ പ്രവാസ ലോകത്തോട്ട് ചേക്കേറാൻ തുടങ്ങുന്നത്. ഈ പ്രയാണം ആരംഭിക്കുന്നത് 70കൾക്ക് അടുത്താണ്. ഒരു 72-73 കാലഘട്ടങ്ങളിൽ തന്നെ പല ഭാഗങ്ങളിലും പ്രവാസികൾ ലൈൻ പോലത്തെ ഉള്ള സ്ഥലങ്ങളിൽ വരെ ഈ KMCCയുടെ മുമ്പ് ഇവിടെ ആദ്യമായി തുടങ്ങിയത് ചന്ദ്രിക റേഡിയസ് ഫോറം എന്നതായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഒരു പൊളിറ്റിക്കൽ താല്പര്യമുള്ള ഒരു സംഘടന രൂപം കൊടുത്ത സംഘടന ചന്ദ്രിക റേഡിയസ് ഫോറം. അത് 72-73 കാലഘട്ടങ്ങളിൽ തുടങ്ങിയിട്ടത് ഒറ്റപ്പെട്ട ഗ്രൂപ്പില്ല. അബുദാബിയിലുണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു, കഞ്ഞിമൗലാന പോലത്തെ ആളുകൾ ദുബായിൽ 73 ചന്ദ്രിക റേഡിയസ് ഫോറം ഉണ്ടാക്കുന്ന ഹാരിസാജി അടക്കമുള്ള ആളുകൾ. അത് പിന്നീട് ഒരു 80 വരെ ഇങ്ങനെ ഒറ്റപ്പെട്ട ഗ്രൂപ്പിൽ പല സ്റ്റേറ്റുകളിലും പല ഗ്രൂപ്പിൽ ബോധിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ പല ലീഗിനോട് താല്പര്യമുള്ള പല നമ്മളെ ബോംബെ ജമാഅത്ത് പോലെ പല മുസ്ലിം ജമാഅത്തുകളും പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതൊന്ന് ക്രോഡീകരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു. ഞാൻ 80 അവിടെ എത്തിയിട്ടുള്ളൂ. പക്ഷേ 81 CH മുഹമ്മദ് കോയ സാഹിബ് ലണ്ടനിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ ഷാർജയിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ ഡോക്ടർ ഷെരീഫിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചത്. അപ്പം അവിടെ വെച്ച് ഞാൻ അടക്കമുള്ള മടത്തിൽ മുസ്തഫ സാഹിബ് അടക്കമുള്ള ഫാറൂഖി അടക്കമുള്ള അന്ന് റാസൽ കബീൽ പ്രവർത്തിക്കുന്ന ഒരു കരീം അടക്കം ഞങ്ങൾ 5-6 ആളുകളെന്ന് പിന്നെ അദ്ദേഹത്തെ കാണാൻ വന്ന സമയത്ത്, അതുപോലെ താഹിർ കുട്ടി സാഹിബ് എന്ന് പറയുന്ന പെരിന്തൽമണ്ണുള്ള നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു, നമ്മുടെ അസംകുട്ടിക്കാരൻ്റെ ചേട്ടൻ, നമ്മുടെ ഇതിൽ അസോസിയേഷൻ ഷാജിദ് അസംകുട്ടിക്കാരൻ്റെ ചേട്ടൻ. അപ്പം ഇവരൊക്കെ ഞങ്ങൾ അവിടെ അദ്ദേഹത്തെ കാണുക CH. അപ്പം ഞങ്ങൾ അദ്ദേഹത്തോടൊക്കെ ഒരു റിക്വസ്റ്റ് ആവശ്യപ്പെടുക, UAE അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നമ്മൾക്ക് സംവിധാനവും സിസ്റ്റം ഉണ്ടാക്കിക്കൂടാ ഈ ചന്ദ്രിക റേഡിയസ് പ്രവർത്തനം. അപ്പോൾ CH പറഞ്ഞു അത് ഞാൻ തങ്ങളുമായി ആലോചിക്കട്ടെ. അപ്പോൾ സൗദിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് UAE സ്റ്റാർട്ട്. അത് ഏകദേശം അങ്ങനെ പറഞ്ഞു. ഏകദേശം ഒരേ കാലഘട്ടത്തിൽ അതിൻ്റെ മുമ്പ് അഖിലേന്ത്യാ ലീഗിൻ്റെ അതിൽ ആണ് KMCC ഉണ്ട് പ്രവർത്തിക്കുന്നത്. വേറെ അങ്ങനെയല്ല. സത്യത്തിൽ ഈ KMCC എന്ന സംഘടന അഖിലേന്ത്യാ ലീഗിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അവരുടെ പേരായിരുന്നു അത്. ഞങ്ങൾ ചന്ദ്രിക റേഡിയസ് ഫോറം എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനമാണ്. പക്ഷേ പിന്നെ നമ്മൾ ഒന്നായപ്പോഴാണ് 84 ഒന്നായപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ ഭരണഘടന, അതായത് ചന്ദ്രിക റേഡിയസ് ഫോറം ഭരണഘടന പേര് KMCC മാറ്റാം എന്തോ തീരുമാനത്തിലെത്തി. അതും ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് അത് ഉണ്ടായത്. അപ്പം ആദ്യത്തെ ഈ കമ്മിറ്റി തങ്ങൾ പ്രഖ്യാപിച്ച ഒരു അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത് 81 ഡിസംബറിലാണ്. ആ കമ്മിറ്റി അന്ന് മടത്തിൽ മുസ്തഫ സാഹിബ് പ്രസിഡൻറ്റും അനീഫ സാഹിബ് ട്രിവാൻഡ്രത്തിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറിയും, ഒരു കോട്ടക്കലുള്ള മൊയ്തീൻ സാഹിബ്, അദ്ദേഹം ഇവിടെ കോട്ടക്കൽ മൊയ്തീൻ സാഹിബ് അദ്ദേഹം പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ദുബായ് പോസ്റ്റ് ഓഫീസിൽ. അദ്ദേഹം ഖജാൻജി ഒരു കമ്മിറ്റിയാണ് ആദ്യമായി പ്രഖ്യാപിച്ചത്. ഇത് 83 അബുദാബിയിൽ വെച്ച് നടന്ന മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ നടന്ന ഒരു പിന്നെ ജനറൽ ബോഡി യോഗത്തിൽ സിരിയാജി സാഹിബായിരുന്നു എന്ന് ഞങ്ങൾ റിട്ടേണിംഗ് ഓഫീസർ. അവിടെ വെച്ചാണ് ഒരു യഥാർത്ഥ കമ്മിറ്റി പിന്നെ രൂപം കൊള്ളുന്നത്. 1983 ആ 83 ആ കമ്മിറ്റി അന്നും മടത്തിൽ മുസ്തഫ സാഹിബ് അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. പിന്നെ ജനറൽ സെക്രട്ടറി ആയി വന്നത് ഡോക്ടർ ഷെരീഫായിരുന്നു. പിന്നെ ഖജാൻജി ആയിട്ട് അന്നും മൊയ്തീൻ സാഹിബ് വന്നു. അങ്ങനെയാണ് പിന്നീട് 83 ഈ കമ്മിറ്റി രൂപം കൊണ്ടത്. അന്ന് ഞാൻ പിന്നീട് ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ ആൾ എൻ്റെ ഗ്രൂപ്പിൽ വന്നപ്പോൾ
എന്നെയും പിടിച്ച് ഒരു സെക്രട്ടറി ആക്കിയിട്ട് ഞാൻ ആ കമ്മിറ്റിയിൽ ആദ്യത്തെ കമ്മിറ്റി. സാർ അന്ന് പുതിയ പാലസിൽ തന്നെയല്ലേ അന്ന്? അതെ ആ കാലത്തല്ലേ? നല്ല കളിക്കാരനായിരുന്നു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചർച്ച നീണ്ടു പോവും. നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അത് നമുക്ക് വേറൊരു ദിവസം അത് ചെയ്യാം ഇൻഷാ അല്ലാഹ്, തീർച്ചയായിട്ടും ചെയ്യണം. അത് പിന്നെ ചെയ്യാം. അപ്പം അങ്ങനെ പിന്നെ ആദ്യത്തെ കമ്മിറ്റി ഡൽഹിയിൽ വന്നു. പിന്നീട് നിങ്ങൾ പറഞ്ഞ പോലെ പിന്നീട് മുസ്ലിം ലീഗ് ഒന്നായി, രണ്ട് ലീഗ് ഒന്നായി വന്നു. അഖിലേന്ത്യാ ലീഗ് ഒന്നായപ്പോൾ അഖിലേന്ത്യാ ലീഗിൻ്റെ പേരായ അവരുടെ പ്രവാസി സംഘടനയുടെ പേരായ കേരള മുസ്ലിം കൾച്ചർ സെൻ്റർ എന്ന പേര് സ്വീകരിച്ചപ്പോൾ മഠത്തിൽ മുസ്തഫ സാഹിബ് പ്രസിഡന്റും ബേവിഞ്ച അബ്ദുള്ള അദ്ദേഹം ജനറൽ സെക്രട്ടറിയും ഡോക്ടർ ഷെരീഫ് ഖജാൻജിയായ ഒരു കമ്മിറ്റിയാണ് വന്നത്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ബേവിഞ്ച രാജിവെച്ച് പോയി KMCCൻ്റെ. അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിൽപ്പെട്ട് അദ്ദേഹം പോയപ്പോൾ പിന്നെ ഡോക്ടർ ഷെരീഫ് ജനറൽ സെക്രട്ടറിയും ബാബാജി പിന്നെ ഖജാൻജിയായിട്ട് കമ്മിറ്റി വന്നു. അന്ന് പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ സ്ട്രോങ് ആയ കമ്മിറ്റികൾ അന്നും ഉണ്ടായിരുന്നു. KMCC എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ആ കാലഘട്ടങ്ങളിൽ ഇതുപോലെ ഉണ്ടാകുന്ന, ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻ അല്ലല്ലോ, നമ്മൾ സന്നദ്ധ സംഘടന എന്ന നിലയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് അത് ആദ്യം മുതൽ തന്നെ ഞങ്ങളുണ്ടായിരുന്നു. ചന്ദ്രിക സ്വാമി എന്ന് പറയുന്നത് ഈ ചന്ദ്രിക വായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സെറ്റപ്പാണ്. അത് ചന്ദ്രിക കിട്ടാതെ അതൊക്കെ പത്രങ്ങൾ വരുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോസ്റ്റൽ ബൈക്ക് വരും, തപാൽ വരും. അപ്പം ആ തപാൽ വരുന്ന ചന്ദ്രിക എങ്ങനെ പെട്ടെന്ന് കിട്ടാൻ പറ്റും എന്ന് ആലോചിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമായിരുന്നു സത്യത്തിൽ ചന്ദ്രിക സ്വാമി. എന്നാൽ പോലും ചില ചെറിയ ചെറിയ രൂപത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ KMCC ഒന്നായപ്പോൾ ആ സംവിധാനം അത് ഒന്നുകൂടി ഉടച്ചു വാർത്തു. പിന്നെ ഈ പറയുന്ന കാരുണ്യ പ്രവർത്തന രംഗത്ത് കുറേ കൂടി സജീവമായി ഞങ്ങളുള്ളത്. പിന്നെ ഇപ്പം പുതിയ തലമുറ, ഇപ്പോൾ അൻവറിനെ പോലത്തെ ആളുകൾ ദുബായ് സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി വന്നപ്പോഴാണ് സത്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം മാത്രം പോരാ, കുറെ കൂടി വിദ്യാഭ്യാസ മറ്റ് സാംസ്കാരിക രംഗത്തുകൂടി. അല്ല, അൻവർ സാഹിബ് തോന്നുന്നത് വഴി തെറ്റി രാഷ്ട്രീയത്തിൽ വന്ന ആളാണെന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഈ തട്ടിപ്പും തരികിടൊന്നും ഇവർക്കറിയില്ല. ഇവർക്ക് നേരെ കാര്യങ്ങൾ നേരെ പോകുമെന്ന് പറയണേ, നമ്മൾ ശരിയാക്കി തരാമെന്നുണ്ട് പരിപാടി. ആ പരിപാടി അൻവർ സാഹിബിന് അറിയില്ല. നടക്കൂലെങ്കിൽ നടക്കൂല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കൽ നിങ്ങൾ എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു. അല്ലല്ല, പിന്നെ നല്ലൊരു ബുദ്ധിജീവിയാണ്, നന്നായിട്ട് എഴുതും, നന്നായിട്ട് വായിക്കും, ഏത് കാര്യത്തെക്കുറിച്ചും ആധികാരികമായിട്ട് പഠിക്കും. അല്ല, കുറച്ച് കൃഷിയിൽ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവനിലുള്ളതാണ് പൊളിറ്റിക്സ്. വാപ്പാന്റെ വളരെ നിഷ്ഠനായ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ ജില്ലാ MSFന്റെ സെക്രട്ടറി ആകുമ്പോൾ ഔക്കാദ് സാഹിബ് മിനിസ്റ്ററായ കാലഘട്ടം. അപ്പം ആ ബാപ്പന്റെ മകനാണ് അദ്ദേഹം. അപ്പൊ അതെന്തായാലും അത് കാണിക്കണമല്ലോ, പാരമ്പര്യ ബ്ലഡ്. പക്ഷെ എന്നാൽ പോലും ഞങ്ങളോടൊക്കെ അകലം പാലിച്ച് ഞങ്ങളൊക്കെ സഹായിക്കുക. അപ്പം ഞങ്ങൾക്കൊക്കെ വലിയ പൈസക്ക് സാമ്പത്തിക സഹായം വന്നാൽ അദ്ദേഹത്തെ പോയി കണ്ട്, ഞാനൊക്കെ അദ്ദേഹത്തെ കാണുന്നത് സത്യത്തിൽ അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായ ശേഷമാണ്. അതിന് മുമ്പ് അൻവറിനടുത്ത് പോവാം, സ്വയംസോ പ്രൊജക്റ്റ് നമ്മൾക്ക് സാമ്പത്തിക സഹായം വേണം, ഒരു 5000 രൂപമാണ്, അല്ലെങ്കിൽ 10,000 വേണം, എന്നാൽ അൻവറിനോട് ചോദിക്കുക. അങ്ങനെ അൻവറിന് കാശ് വാങ്ങിക്കാൻ വേണ്ടി ആരെങ്കിലും അയക്കുക എന്നല്ലാതെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പോയിട്ട് പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ആ കാലത്ത്. പക്ഷെ ഞാൻ പൈസ വാങ്ങിപ്പിച്ചിട്ടുണ്ട് പല നമ്മളെ സുഹൃത്തുക്കളെ കൊണ്ട്. അങ്ങനെ ഞങ്ങളെ സഹായിക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ പിന്നീട് അദ്ദേഹം പ്രസിഡൻ്റായി രംഗത്ത് വന്നതോടെ ഒരുപാട് മാറ്റങ്ങളാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, പൊതുവെ ഒരു എന്താ പറയുക, കുറേ കൂടി ഒരു അന്തർദേശീയ കാഴ്ചപ്പാടുകൾ രൂപവും ഭാവവും ഒക്കെ മാറി KMCC. പഴയ KMCC അതായത് ഒരു പള്ളി ജമാഅത്ത് കമ്മിറ്റി പോലുള്ള കുറേ നമ്മളെ ആളുകളെ സഹായിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, KMCC അന്നും ഇപ്പോൾ കഞ്ഞിമൗലാനയുടെ കാലത്ത് മുതൽ, കഞ്ഞിമൗലാന ഈ ഗൾഫിൽ ആദ്യമായി എത്തുന്ന ആളുകൾ തീറ്റിപ്പോറ്റി അവർക്ക് വേണ്ടി സഹായം ചെയ്ത് മനസ്സിലായിരുന്നു നമ്മൾ ദുബായിൽ. അപ്പം ഒരാൾ കഷ്ടപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾ ആരും ഇന്നേ വരെ നിങ്ങൾ ചോദിച്ചു പോകേണ്ടി, ഏതെങ്കിലും ഒരു KMCC നേതാവ് ഒരു സഹായത്തിൽ പോയിട്ട് നോ എന്ന് പറഞ്ഞാൽ ചരിത്രം സഹായിക്കും. ഒരാളുടെ വേദന ഞങ്ങൾ ഏറ്റെടുക്കും. അതാണ് KMCC. അപ്പം അധികം നമ്മൾ KMCCയെ കുറിച്ച് പറയണ്ടല്ലോ. അതായത്
ഒരാൾ സഹായത്തിന് വേണ്ടി ഞങ്ങൾ വാതിൽ മുട്ടിയാൽ ഞങ്ങൾ എന്തേ വരെ എന്നോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ശീലമില്ല. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ നമ്മൾ ഈ ചരിത്രം എൻ്റെ ഇടയ്ക്ക് മുറിഞ്ഞു പോയി. അപ്പോൾ മുത്തുറഹ്മാൻ സാഹിബ് പിന്നെ സജീവമായിട്ട് ഇതിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത് അവിടെ നിന്ന് അങ്ങ് തുടങ്ങാമല്ലോ നമുക്ക്. അല്ല, അതിനുശേഷം പിന്നെ ഇപ്പോൾ ഒരു കമ്മിറ്റി വന്നു. പിന്നീട് ഞാൻ UAE KMCCയുടെ പ്രസിഡൻ്റായി വരുന്നത് 2000-ലാണ്. 95 ഞാൻ ബാവാജി പ്രസിഡൻറ്റും ഫാറൂഖി സാഹിബ് ജനറൽ സെക്രട്ടറി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലീവിൽ പോയി. അദ്ദേഹത്തിന് ഒരു ഹാർട്ട് സംബന്ധമായ അസുഖം വന്നപ്പോഴും അന്ന് പിന്നെ ഞാനത് ഏറ്റെടുത്തു, ജനറൽ സെക്രട്ടറി, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ട്. അങ്ങനെ പിന്നീട് ഞാൻ ജനറൽ സെക്രട്ടറിയായി 2000 വരെ ഞാനായിരുന്നു. അതിൻ്റെ ഇടയിൽ ബാവാജിക്ക് ശേഷം അബ്ബാസ് ഹാജി വന്നു, പ്രസിഡൻ്റായി കുറച്ച് കാലം. പിന്നെ അദ്ദേഹം വർക്കിംഗ് പ്രസിഡൻ്റായി. പിന്നെ അന്നാണ് ഞങ്ങൾ വാജ്പേയിയെ പോയി കണ്ട് ഈ മയ്യത്ത് കൊണ്ടുപോകാൻ ഫ്രീയായി കൊണ്ടുപോകേണ്ടത് ആവശ്യപ്പെട്ടതും, അതുപോലെ ഈ നമ്മളെ കോഴിക്കോട് കൊച്ചിയിലൊക്കെ അന്ന് ഈ പിന്നെ യൂസേജ് ഫീ ഉണ്ടായിരുന്നു. അത് എയർപോർട്ട് യൂസേജ് ഫീ അത് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് അത് ഒഴിവാക്കപ്പെട്ടു. അതുപോലെ പിന്നെ എംബസി ആദ്യമായിട്ട് ഈ പിന്നെ മരിച്ച ആളുകളെ വൈകിട്ട് കൊണ്ടുപോകാൻ സഹായം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളന്ന് ചെയ്യാനുണ്ടായി ആ കമ്മിറ്റികൾ. പിന്നെ 2000 ഞാൻ പ്രസിഡൻ്റായി വന്ന ശേഷം പിന്നെ നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റായതിനു ശേഷം, അതെ, നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റായി. അതുവരെ ഞാൻ 83 കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നുവെങ്കിലും ഞാനായിരുന്നു ഫുജിയറ കമ്മിറ്റീൻ്റെ പ്രസിഡന്റ്. അത് 2005-2006 നിങ്ങൾ തന്നെയാണ് അല്ലേ ഫുജിയറയുടെ പ്രസിഡന്റും? അല്ല, ഞാൻ 1996 വരെ ഞാൻ ഫുജിയറിൻ്റെ പ്രസിഡൻ്റായി. പിന്നെ ജനറൽ സെക്രട്ടറി പിന്നെ ഒരുപാട് ജോലികൾ എൻ്റെ തലയൊന്ന് വീണപ്പോൾ അത് ഒഴിവായിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മുത്തുറഹ്മാൻ സാഹിബിനെ കാണുന്നത് ഫുജിയറയിൽ വെച്ചാൽ. അന്ന് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് വല്ലാതെ ക്ഷീണിച്ച് നട്ടപ്പാതിരക്കാണ് ഞങ്ങളവിടെ എത്തും. ഞാനും പിന്നെ PV മുഹമ്മദ് അരീക്കോട് സാഹിബും നെയ്മ് അരീക്കോട് നെയ്മെന്ന് പാട്ട് പാടിയപ്പോൾ ഏതോ ഒരു എക്സിറ്റ് മാറിയിട്ട് ഇപ്പോൾ വരാറിന് പിന്നെ സ്വാഗതം പറഞ്ഞിരുന്ന് കുഴങ്ങിയിട്ട് വയ്യാത്തൊരവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. നടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, പുള്ളി നിൽക്കുന്ന എനിക്ക് ഇപ്പോഴാ ഫേസ് ഓർമ്മയുണ്ട്. അത് ഞങ്ങൾ അവിടെ വരുമ്പോൾ ഒരുപാട് നേരം വൈകിട്ടാണ് ചെല്ലുന്നത്. പറഞ്ഞ സമയമൊക്കെ തെറ്റിയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ KMCCയിൽ ഞാൻ പിന്നെ ശേഷം ഞാൻ ഫുജിയറിൽ KMCC പനിച്ചിട്ട് 2005-ലാണ് അല്ല മഞ്ഞപ്പിത്തം വരുന്നത്. 2010-ലാണോ 2005-6-ലോ 10 ബസ്സൊക്കെ മരിക്കുന്നതിന് മുമ്പ് 6 ഓപ്പറേഷൻ 2010 ശരിക്കും മഞ്ഞപ്പിത്തായിരിക്കും ഈ ടൈഫോയിഡിന് ഇതിന് കാരണം. എനിക്ക് ടൈഫോയിഡ് ഉണ്ടായിട്ടാണ് വന്നത്. സാധാരണ കള്ളുടിയന്മാർക്കാണ് ഇത് വരിക എന്നാ പറയും. അപ്പോൾ ഞാനിപ്പം ഇതേപോലെ കുറേ സാലിയ മനുഷ്യന്മാരെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ലിവർ സിറോസിസ് വന്ന ആളുകളെ മറ്റേ ഇപ്പോൾ ചീത്തപ്പേര് വരെ വെള്ളമടിച്ചിട്ടാന്ന് പറയുമ്പോൾ അത് കേൾക്കേണ്ട രീതിയിൽ കുറേ എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന വലിയ മൂല്യന്മാർ ആരൊക്കെ മരിച്ചു എന്നുള്ള ഈ സിറോസിസ് ഒന്നും മരിച്ച ആൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. കുറേ സാലിയ ആളുകൾക്ക് മാത്രം. നമ്മുടെ സൂപ്പിയാക്കം ഉണ്ടായിരുന്നു. അതെ, ഞാനൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയാണ്. ഒരു സീക്രട്ട് ആലോചിച്ചേ, അൺബിലീവബിളാണ്. ഞാൻ സത്യം പറയാം, ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് എന്ത് രസമാണ് സംഭവം. എന്നോട് ഡോക്ടർ പറയണം 2011 ഡിസംബറിൽ, ദിസ് ഈസ് യുവർ ലാസ്റ്റ് മന്ത് റഹ്മാൻ, ഐ വാണ്ട് യു കോൾ യുവർ വൈഫ് ആൻഡ് ചിൽഡ്രൻ ഹിയർ. നിന്റെ കുട്ടികളെ കൊണ്ടുവരണം, അവർക്ക് കാണാനുള്ള അവസാനത്തെ മാസമാണിത്. സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി. അതായത് ഞാൻ മരിച്ചു എന്ന് ഡോക്ടർ കണക്കാക്കി. അന്നൊക്കെ ദിവസം നമ്മുടെ നാട്ടിൽ തന്നെ മുത്തുറഹ്മാൻ സാഹിബ് മരിച്ചതിന് ഇടക്കിടക്ക് അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും പ്രാർത്ഥന, നമ്മളൊക്കെ അടക്കമുള്ള ആളുകൾ, ഞാനൊക്കെ ഒന്നും അത്ര പ്രായമില്ലെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ മരുന്ന്. അതിനപ്പുറം ഒരു മരുന്നില്ല. അങ്ങനെ എൻ്റെ ഫാമിലി എല്ലാ മെമ്പർമാരെ കൊണ്ടുവന്നു. മോളെ അമേരിക്കയിൽ കൊണ്ടുപോകാനോ, മരോള്, പിന്നെ സബ്ബിൻ്റെ മരിച്ച മോന്, അവരെ നോക്കിയത് എല്ലാ ഹോസ്പിറ്റലിൽ എല്ലാവരും വന്നു. ഒരു വർഷം കണ്ട് UK ഞാൻ വസിയത്തൊക്കെ ചെയ്തു. പുത്തൂര വീട് ഉമ്മാക്ക് മറ്റത് അവിടെ അതൊക്കെ മാറ്റി ചെയ്തേണ്ടി വരും അല്ലേ? അല്ല, ഞാൻ പറയാം. പക്ഷെ എന്നിട്ട്
പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴാണ് 2011 ഡിസംബറിൽ ജനുവരി 10 പിന്നെ അങ്ങനെ ബ്രേക്ക് പ്രാർത്ഥനയോടായിരിക്കും കണക്കൂടി നിന്നിട്ട് പോയി. അതിലാണ് ഒരു 2012 ഫെബ്രുവരിയിൽ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ മൂലയിൽ കിടക്കുകയാണ്, ലണ്ടൻ ക്ലിനിക്കിൽ. 1 വർഷം കണ്ടു നിന്നിട്ടില്ലേ? 1 വർഷം ഹോസ്പിറ്റലിലായിരുന്നു. അതിൽ ലണ്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു കോൾ വരികയാണ് ഒരുക്കാൻ കാലത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട്. ലണ്ടനിലെ ഒരു ഫാമിലി പറ്റ ഒരു കുട്ടി, ഒരു 22 years old boy died in the accident. ആ ലിവർ പിന്നെ നിങ്ങൾക്ക് തരാം, they decided to donate for you. Are you ready to accept? അത് വേണം നിങ്ങൾക്ക് ഇതോട് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു അതിന് വേണ്ടി കാത്തിരിക്കല്ലേ ഞാൻ. വിത്തിൻ 1 hour you have to be there in കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ. കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ 1 മണിക്കൂറിൽ എത്തണം. അപ്പോൾ ലണ്ടൻ ക്ലിനിക്കിലെ ഹോസ്പിറ്റലാണ്. അവിടുന്ന് ക്ലിനിക്കിൽ പോവാൻ 1 മണിക്കൂർ പോരാ. ഞാൻ പറഞ്ഞു ഡോക്ടർ അങ്ങനെ എത്താൻ പറ്റുമോ ചോദിച്ചു. എത്തണം. എന്താ സംഭവിച്ചാൽ ഈ കുട്ടി മരിച്ചിട്ട് കുറേ നേരമായി. അപ്പോൾ അവർ പിന്നെ സിസ്റ്റത്തിൽ നോക്കുകയാണ്. ഈ അവിടെ 75ഓളം ആളുകൾ ക്യൂവിൽ നിൽക്കുന്നു. അപ്പോൾ ഈ 75 ആളുകൾക്ക് അവിടുത്തെ നിയമപ്രകാരം ഒരു അങ്ങനെ ഒരാൾ മരിച്ചാൽ പിന്നെ കടാറതി എന്തോ അതിന് പറയാം, അത് കൊടുക്കാൻ ബാധ്യത കിട്ടേണ്ടത് അവിടെ ക്യൂ നിൽക്കുന്ന ആളുകൾക്കാണ്, വെയിറ്റ് ലിസ്റ്റ് വേണം, ആ നാട്ടിലെ ആൾക്കാർക്ക്. അപ്പം ഞാൻ ആ നാട്ടിലെ ആളല്ല. അപ്പം 77 ആളുകളോട് അവിടെ ക്യൂവിലുണ്ട്. പക്ഷെ ആ കുട്ടിൻ്റെ ലിവർ എന്ന് പറയുന്നത് പിന്നെ 800 ഗ്രാം, ആ കുട്ടി 73 കിലോ, ആ കുട്ടീൻ്റെ ബ്ലഡ് AB പോസിറ്റീവ്. ഇതൊന്നും അവിടെ ഈ 75 ആൾക്ക് മാച്ചായില്ല. വലിയൊരു അത് എനിക്ക് മാച്ചാവുന്ന ആലോചിച്ചുകൊണ്ടിരിക്കില്ല. എന്നിട്ട് ഫസ്റ്റ് ടൈം ദ ഹിസ്റ്ററി ഓഫ് ലണ്ടൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്കാരന് ലിവർ കിട്ടുന്നത്. അവനോട് ഡോക്ടർ പറയാം ഇറ്റ് ഈസ് എ മിറാക്കിൾ മിസ്റ്റർ. അയാൾ പറയാം, ഞാൻ പറഞ്ഞു മിറാക്കിൾ വിൽ ഹാപ്പൻ ബിക്കോസ് മൈ പീപ്പിൾ ആർ പ്രേയിങ് ഫോർ മീ. കാരണം എനിക്ക് ഇതിലൂടെ വർക്ക് ചെയ്ത് ഞാൻ പറയും ഓപ്പറേഷൻ മുമ്പ് അത് സബസ്റ്റിൻ്റെ ഇവരൊക്കെ യോഗം ചെയ്തത്. അപ്പോൾ തങ്ങൾ ഐഡലി ഷാപ്പ് തങ്ങൾ ഇവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. മോൻ അമീനോട് പറഞ്ഞിരുന്നു ഞാൻ ഹോസ്പിറ്റലിലാവുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രാർത്ഥനകളായിരിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പറയാൻ കാരണം വെച്ചാൽ ഞങ്ങളെ KMCCക്കാർക്ക് ആ വിശ്വാസമാണ്. ഞങ്ങൾ അള്ളാഹു കാക്കും, ഞങ്ങളുടെ ഈ സഹായമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് MLA ആവണ്ട. അല്ല, ഞാനും ഇതിൽ തെളിവാട്ടോ. എനിക്ക് ഡോക്ടർ അധിക കാര്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ സ്വർഗം അതൊക്കെ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ സജീവമായിട്ട് കൊണ്ടോട്ടി ശാസ്തങ്ക ഡയാലിസിസ് സെൻ്ററിൽ ആ രോഗികളുടെ പ്രാർത്ഥന, ഞാൻ ആരോഗ്യമുള്ള സമയത്ത് ഇത്രയും അതിന് ശേഷം യാത്ര ചെയ്ത് അത്രയും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തിട്ടില്ല. അതിൻ്റെ മുമ്പത്തെ നോമ്പിന് ഞങ്ങൾ ഉത്തരേന്ത്യയിലൊരു പര്യടനത്തിൽ പോയി. അത് പോകുമ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, നാസർ സാഹിബ് നിങ്ങളിങ്ങനെ ദുബായിലിടക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞു, ഇന്ത്യയിൽ അങ്ങനെ യാത്ര ചെയ്യരുത്, അപകടമാണെന്ന്. ഞാൻ പറഞ്ഞു നോമ്പിനാണ് ഞാൻ പോണത്, നോമ്പിന് സാധാരണ ഞാൻ എന്തായാലും മരിക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ മതത്തിൽ നല്ല മനുഷ്യന്മാരാണ്, നോമ്പിന് മരിക്കൽ, അവിടെ അങ്ങനെ ധൈര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ കൊല്ലം നോക്കുമ്പോഴുള്ള കള്ളുടിയന്മാർ തോന്നിയാസിൽ മുഴുവൻ മരിച്ച് നോമ്പിന് അവസാനത്തെ വെള്ളിയാഴ്ച 27,000 എന്നൊക്കെ. അപ്പോൾ ആ പ്രതീക്ഷയും പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് പ്രാർത്ഥന വലിയൊരു മരുന്നാണ്. നമ്മളൊക്കെ ധൈര്യം അത് തന്നെയാണ്. നമുക്കെന്ത് സംഭവിച്ചാൽ നമ്മളൊക്കെ താങ്ങാൻ സഹായിക്കാൻ അവസാന ആവശ്യം വന്നാൽ ആ പ്രസ്ഥാനം അവിടെ ഉണ്ട്. അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് കൈകൾ. ഇപ്പോൾ കോവിഡ് സമയത്ത് അത് പറയണം, ഡയാലിസിസ് സെൻ്ററിൽ ഈ 200 ചില്ലാന ആളുകൾ പ്രതിദിനം ഡയാലിസിസ്. ഒരു രോഗിക്ക് കോവിഡ് വന്നാൽ ഒരു സംവിധാനമില്ല. 200 ചില്ലാന ആളുകൾ മരണത്തിന് വിട്ടുകൊടുക്കണം. കാരണം നമ്മളാട് പൂട്ടിക്കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യാൻ സംവിധാനം അത്രയും സൗകര്യം വേറെ ഇവിടെ ഇല്ല. പക്ഷെ ഒരാൾക്ക് പോലും ഉണ്ടായില്ല. അതൊക്കെ വലിയൊരു അത്ഭുതം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് വലിയൊരു അത്ഭുതം, പടച്ചവൻ്റെ ഒരു കുതിരത്ത് തന്നെയാണ്.